ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും വലിയ ഒരു രാജ്യത്ത് ഇതുപോലൊരു സംഭവത്തിനകത്ത് ഇത്രയും ആൾക്കാരെ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വന്നപ്പോൾ തന്നെ പിന്നെ ചിത്രം ഒരു കള്ളം പറഞ്ഞു. നമ്മൾ ആകാംക്ഷയോടും കാത്തിരിക്കുന്ന ആളുകൾ എല്ലാവരും കണ്ടാൽ ഞാൻ പേരോടെ തന്നെ അവിടെ വരുന്നതും നേരെ പോകുന്നതല്ല കണ്ട എത്ര. അപ്പം അങ്ങനെ അപ്പം എന്തായാലും നമ്മളെ വെച്ച് നീട്ടിക്കൊണ്ടിരുന്ന ഈ തിയേറ്ററിൽ ഈ പടം കഴിഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷനൊക്കെ ഇട്ട് വേറെ പടങ്ങളൊന്നും ഒത്തിരി വലിച്ച് നീട്ടുന്നൊന്നുമില്ല. എന്തായാലും എനിക്ക് പറയാനുള്ളത് പിന്നെ പറഞ്ഞു ആശായിക്കാടെ അനിയനാണ് സാരി. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇതവിടെ ബാക്കിൽ അറാഫത്ത് ആ ടീമൊക്കെ ഇരിക്കുന്നുണ്ട്. മിന്നലെ നസീറിനെ കുറിച്ചൊക്കെ അറിയാലോ, പാട്ടിൻ്റെ ഉസ്താദാണ്. പിന്നെ വരാനുള്ള ഗസ്റ്റിനെ കുറിച്ച് ആരും വരുവാണെങ്കിൽ ചിത്രം പറയും. എനിക്ക് ഒരു 2 വാക്കിലാണ്. അഷ്റഫ്ലാക്കിൽ എന്ന് പറഞ്ഞാൽ 6-7 പടം ചെയ്ത ആളാണ്. ഞാൻ 5 പടത്തോളം ഞാൻ ചെയ്തിരുന്നത്. ലാസ്റ്റ് ചെയ്ത പടമാണ് കുട്ടൻ്റെ ഷിനിഗാൻ. അപ്പോൾ അദ്ദേഹം ഇവിടെ കുറേ ഇങ്ങനത്തുള്ള ഫംഗ്ഷനുകളും പല കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പലതും നടത്തിയിട്ടുണ്ട്. അന്നൊന്ന് ഈ അഷ്റഫിനെ ഒന്ന് എല്ലാവരെയും ക്ഷണിച്ച് കഴിയുമ്പോഴത്തേക്ക് 100 പേരെ ക്ഷണിച്ച് കഴിഞ്ഞാൽ ഒരു 25 പേരൊക്കെ വരാറ്. പക്ഷെ ഇന്ന് ഈ തിയേറ്ററിൽ വിളിച്ചതിന് കൂടുതൽ ആൾക്കാർ വന്നു. അപ്പം ഞാൻ കൂട്ടി അങ്ങോട്ട് പറയാനുള്ള അന്നേരം പിന്നെ നിങ്ങളുടെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് എന്തോ പറഞ്ഞ് എനിക്ക് അടുത്ത പടം തരാൻ വേണ്ടെന്ന് പറയും. അതൊന്നുമല്ല, ഒരു മനുഷ്യ സ്നേഹിയായ ഒരാൾ നമ്മുടെ ദുബായിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്നതാണ്, ബിസിനസ്സാണ്. കുറേ കോടികൾ കളഞ്ഞു കേട്ടോ, സത്യം പറയാം. കുറേ പൈസ കളഞ്ഞൊരു വ്യക്തിയാണ്. ഈ പടം വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ കേരളത്തിൽ 10-30 ദിവസം ഓടിയ പടമാണ്. ഇവിടെ ഏതാണ്ടൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഓടി. പിന്നെ നിങ്ങൾ മമ്മൂട്ടി, മോഹൻലാൽ പോലുള്ള വലിയ വലിയ ആൾക്കാരുടെ പടം കാണുമ്പോൾ നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ആളുകളുടെ പടത്തിനും ഇത് വന്നതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പം എല്ലാവരും ഈ സിനിമയൊന്ന് കണ്ടിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഈ പടം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ സമയവും നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഈ പടത്തിൽ കൂടെ അറിയാൻ പറ്റും. അതിനകത്ത് ഇന്ദ്രൻ സേട്ടൻ എന്ന് പറയുന്ന മഹാനടനുമായിട്ട് എനിക്കതുപോലെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് അദ്ദേഹം തമിഴ്നാട്ടിലെ ഞങ്ങൾ മാക്സിമം ശ്രമിച്ച് കൊണ്ടുവരാനുണ്ട്. അദ്ദേഹം വന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അദ്ദേഹം ആരാ എന്താ എന്നൊക്കെ നമുക്കറിയാം. എന്തായാലും ഈ വലിയ ഈ സദസ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ 2 വാക്ക് സംസാരിക്കാൻ പറ്റിയതും പിന്നെ ഞാൻ വിട്ടുപോയിട്ടുള്ള ആൾക്കാരൊക്കെ വേണ്ടി കബീർക്കാരുടെ ഒരു കാര്യം കൂടെ പറയട്ടെ. കബീർക്ക എൻ്റെ കയ്യിലേക്ക് അപ്പോൾ ആ കബീർക്ക എൻ്റെ കയ്യിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടിരിക്കുന്ന അഡ്വാൻസ് എടുത്ത് തന്നു. രാജകുന്നകുളം ചേട്ടൻ ഓർമ്മിക്കാം ഇപ്പോൾ അല്ലേ, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം കൊണ്ടുപോയി എന്നോട് ആ പൈസ ഇങ്ങനെ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പൈസ മേടിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെ ആയിട്ട് ഞാൻ ആ പൈസ എടുത്തതല്ല. അതിനകത്ത് എന്തെങ്കിലും ഒരു അംശമൊക്കെ ഞാനൊക്കെ കൊടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ അറിയാം. പല ട്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കാം. കലാഭവൻമണി ഇപ്പം ഞാനിവിടെ ഒന്ന് ഓർക്കുക, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരി തിയേറ്ററിൽ സിനിമ കാണാൻ വന്നിട്ടുണ്ട്. അയാളുടെ സിനിമ കാണാൻ വന്നേനെ. അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ എല്ലാവരും വരുമായിരുന്നു. അദ്ദേഹം അനുഗ്രഹം തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. ആ കോലാഹലമൊക്കെ അറിയാൻ പറ്റേ. ലാസ്റ്റ് CBI അത് തള്ളിക്കളഞ്ഞു. ആരെങ്കിലും ഏതെങ്കിലും പത്രക്കാരോ ആരെങ്കിലും എഴുതിയോ? നുണപരിശോധന വരെ എൻ്റെ ശരീരത്തിൽ ചെയ്ത CBI കേന്ദ്രത്തിൻ്റെ ആ കലാഭവൻമണിയുടെ ആ ഓഡിയൻസ് കംപ്ലീറ്റ് എന്നെ തെറ്റിദ്ധരിച്ച ഓഡിയൻസ് കംപ്ലീറ്റ് ഇപ്പം എനിക്ക് തിരിച്ചു വന്നു. അവരെല്ലാം എൻ്റെ പടം കാണുന്നുണ്ട്. നല്ല ഓട്ടോറിക്ഷ തൊഴിലാളികൾ, എൻ്റെ കൂലിപ്പണിക്കാർ, അതൊക്കെയാണ് എൻ്റെ ഓഡിയൻസ്. പിന്നെ ഇനിയുള്ള പടങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ അടുത്ത് എല്ലാവരും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അരി മേടിച്ച് പോവാം. ഞാൻ അരി മേടിക്കുന്ന പോലെ എൻ്റെ അടുത്ത് ഇരിക്കുന്നവർക്കൊക്കെ അരി മേടിക്കാം. ഏക്കാനും നന്ദി, നമസ്കാരം. ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് പടം കൊള്ളാവോ ചീത്തയാണോ നല്ലതാണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ അവതരിപ്പിച്ചേക്കുന്നതാണ്. നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന വേണം അടുത്ത പടത്തിലേക്ക്. എല്ലാവർക്കും എന്തായാലും വിട്ടുപോയിട്ടുണ്ടോ? പറയാം. അല്ല, അടുത്ത പടത്തിൻ്റെ ചിത്രം പറഞ്ഞല്ലോ. അപ്പം ഈ പടം ഇങ്ങനെ ചെയ്തു. ഇപ്പം ഒരു അതിൻ്റെ തുകയൊക്കെ അറിയാൻ പാടില്ല. കുറേ പൈസ മുടക്കിയാന്ന് പറഞ്ഞില്ല.
അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ലാസ്റ്റ് പേൻ ചെയ്ത പുത്രൻ്റെ ഷിനിഗാമിക്ക് ശേഷം അത് ചില പൈസ മുടക്കായ പടമാണ്. ഞങ്ങൾ ഇന്നിവിടെ വെച്ച് ചിത്ര പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ ആ പടത്തിൻ്റെ അടുത്ത പടം ഒരു അടിപൊളി പടമായിരിക്കും. അത് ഇപ്പം ഞാൻ ഇടുന്ന സാധനം കണ്ടു കഴിയുമ്പോൾ അറിയാം, നിങ്ങൾ കണ്ടിരിക്കും. ആ പടവും വിജയിപ്പിക്കണം. അപ്പം എന്തായാലും ആ പടത്തിൻ്റെ ലോജിക്കൽ നടത്തുന്നത് സ്വിച്ച് അവിടെ എവിടെയാണോ? അല്ല അയ്യോ അത് എന്നാ പറയും, ഞാൻ വിട്ടത് അതില്ല. ഇതെൻ്റെ ആരാണെന്ന് അറിയാമോ? നിങ്ങളിപ്പോൾ ഒരു വൈറലായൊരു വീഡിയോ കൊണ്ട് കാണും. ഇദ്ദേഹം തിരിച്ചു തന്നെ മുടിയൊക്കെ വളർത്തി ഇങ്ങനെ എന്താ അടിപൊളിയാട്ടോ. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ഇവിടുത്തെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാര്യം വന്നതേനെ പിടിച്ചു നിർത്തിയിട്ട് ആദ്യം ഒരു ഫോട്ടോ എടുത്തിട്ട് പോയാൽ പറ്റുള്ളൂ. അപ്പോൾ ആഹ്ലാദമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മനുഷ്യനല്ലേ ഞാനും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇത്രയും വലിയ സദസ്സിൽ ഞാൻ വന്നു കഴിക്കുമ്പം എനിക്ക് കിട്ടിയ ഒരു അംഗീകാരത്തിന് ഞാൻ ദൈവത്തെ നിർത്തിക്കൊണ്ട് പറയുന്നു നന്ദി, നമസ്കാരം. ഒരുപാട് പ്രമുഖ വ്യക്തികൾ വേദിയിലുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒത്തിരി പേരുടെ അതുപോലെ വിട്ടുപോയിട്ടുണ്ട്. എൻ്റെ പാർട്ണർമാർ അർഷദ് ഖാൻ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിയാണ്, അതുപോലെ തന്നെ റഷീദ്, അതുപോലെ ഒത്തിരി പേരുണ്ട്, ഡയറക്ടേഴ്സ്, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ജപ്പാൻ, ലണ്ടനൊക്കെ ആയിട്ടാ ബന്ധം. ഇപ്പം ഇവിടെ ഞങ്ങൾ കയറി വരുന്ന സമയത്തൊരു ക്യാമറ ഒക്കെ ആയിട്ട് എല്ലാവരും വന്നതിനും പിള്ളേരും ഒരാവശ്യമില്ല. അപ്പനൊക്കെ പോയി മേലെ ജീവൻ സാത്തി ഹിന്ദി പറയുന്നു. ഹിന്ദി അറിയാവുള്ളൂ എന്നുള്ള ഇതിൽ എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യും. ഒരു പാവം മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പടം ഇറങ്ങിക്കൊണ്ടൊന്ന് വിജയിപ്പിക്കുന്നുണ്ട്. ഇയാളെ കുറിച്ച് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും, ആരാ എന്താ എങ്ങനെയാ പോക്ക് എന്നൊക്കെ അറിയാം. വളരെ സന്തോഷം. പ്രിയപ്പെട്ടവരുടെ ഒത്തുചേരലിലെ മൂവിയാണ്. അതിന് ഒരുപാട് കാരണമുണ്ട്. ഒന്ന് അഷ്റഫ് പിലാക്കൽ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെയാണ് കാരണം. എനിക്ക് തോന്നുന്നു അതെ എന്നെ അഭിനയിക്കാൻ വിളിച്ച പാടാണ്. അന്ന് കുറച്ച് ഡേറ്റുകളാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് കട്ടപ്പന ഋതിക് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ദുബായിലൊക്കെ വരുന്ന സമയത്ത് ഇദ്ദേഹമാണ് എന്നെ ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ടുവരുന്നതും ടേക്ക് കെയർ ചെയ്തതും. രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ജാഫർക്കയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് കാലം മുമ്പേ, അതായത് ഞാൻ കലാഭവനിൽ മിമിക്രി പഠിക്കാൻ പോകുന്ന സമയം, മിമിക്രി പഠിക്കാൻ പോകുന്ന സമയത്ത് രാവിലത്തെ ക്ലാസ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാം. പക്ഷെ ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉണ്ട്. അപ്പൊ ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ നമ്മള് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിരിക്കണമല്ലോ. അപ്പൊ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ട് പൈസ ഇല്ലാതെ ഇരുന്നപ്പോൾ ഈ മനുഷ്യൻ കലാപുരം പരിപാടി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഇപ്പോഴും 100 രൂപ എടുത്ത് തന്നത് ഭക്ഷണം കഴിക്കുന്നത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. എല്ലായിടത്തും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഓർക്കുന്ന കാര്യമാണ്. ഞാനും ജാഫർക്ക് അത് ഓർമ്മയില്ലാത്തതാണ്. കഴിഞ്ഞ തവണ CTV ഞാൻ പറഞ്ഞപ്പോഴാണ് ജാഫർക്ക് എന്ന് പറഞ്ഞത്. എന്തായാലും സന്തോഷം. പിന്നെ ഇതിന്റെ ഡയറക്ടറാണ് റഷീദ് വന്നില്ല. റഷീദ് ഇതിന്റെ ഡയറക്ടർ. അദ്ദേഹം സംഘടനയുടെ ഒരു മെമ്പറാണ്. അങ്ങനെ ഒരുപാട് എനിക്ക് ഒരുപാട് എന്നെ എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു കൃത്യമായ സമയം പറഞ്ഞിട്ടില്ല, വരുമെന്നുള്ളൊരു അറിയിപ്പുണ്ടായിട്ടില്ല. ഞാൻ വൈകിയാന്ന് വിചാരിക്കരുത്. ഞാൻ വേറൊരു പരിപാടിയാണ്. എനിക്ക് നാളെ എന്റെ പടത്തിന്റെ ലോഞ്ച് ഉണ്ട്, അതിന്റെ ഇടയിലാണ് ഞാൻ വന്നത്. എന്തായാലും സന്തോഷം, വളരെ സന്തോഷം എല്ലാവർക്കും. എനിക്കൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഗുമസ്തൻ എന്ന് പറഞ്ഞ പോടുണ്ടോ കേരളത്തിൽ ഭയങ്കര ഹിറ്റാട്ടോ. എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ അറിയാത്ത പാടാണ്. താങ്ക് യു ഓൾ. പ്രത്യേകിച്ച് നിങ്ങൾ തരുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴും എനിക്ക് ഒരുപാട് മെസ്സേജുകളും സ്നേഹങ്ങളും നിങ്ങൾ തന്നു. താങ്ക് യു വെരി മച്ച്. ഒരു മിനിറ്റ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചായിരുന്നു. അത് നിങ്ങൾ വല്ല വരാതെ ഇരുന്നാലോ മറ്റോ നമ്മൾ പെട്ടെന്നുള്ള പറച്ചില്ലേ,
അപ്പം എൻ്റെ ഈ അസർ ബ്ലാക്കിൻ്റെ പുതിയൊരു പടത്തിൻ്റെ ലോഞ്ചിങ്ങുകളുണ്ട്, ഒരു ടൈറ്റിൽ. അപ്പം അത് ഈ റിമോട്ട് ഞാൻ മോന് തരാം, മോനങ്ങ് ലോഞ്ച് ചെയ്യാം. ഇതൊക്കെ 100 രൂപ ഒന്നല്ല പറഞ്ഞത്. അപ്പം പിന്നെ വേറെ കാര്യം ഇത് ചെയ്തേച്ച് നേരെ പുറകിൽ ചെന്നിരുന്നോളാം. തിയേറ്ററിൽ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഒരു കാര്യമുള്ളൂ. Welcome home.